സംസ്ഥാനത്തെ കോർപ്പറേഷനുകളും നഗരസഭകളും കെ-സ്മാർട്ട് ആയതോടെ സേവനങ്ങൾക്കായി ജനങ്ങൾ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ്. കൃത്യമായ മുന്നൊരുക്കമില്ലാതെ പ്രവർത്തനം തുടങ്ങിയതാണ് സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ കാരണമായതെന്നും വിമർശനമുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. കോർപ്പറേഷനുകളും നഗരസഭകളും കെ-സ്മാർട്ടായി ഒരാഴ്ച പിന്നിടുമ്പോൾ ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങളാണ്. സേവനങ്ങൾക്കായി കാത്തു നിൽക്കേണ്ട സ്ഥിതി. വസ്തുനികുതി അടയ്ക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ പ്രതിസന്ധി. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഞ്ജയ സോഫ്റ്റ്വെയർ ആയിരുന്നു നേരത്തെ നികുതി ആവശ്യത്തിനും മറ്റും ഉപയോഗിച്ചിരുന്നത്. അതിലെ ഡാറ്റകൾ കെ-സ്മാർട്ടിലേക്ക് മാറ്റുന്നത് പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധികൾക്ക് കാരണമെന്നും വാദമുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഒരു ഗുണവും ലഭ്യമായിട്ടില്ലെന്നും കെ-സ്മാർട്ട് പൂർണ്ണ പരാജയമാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിപാടിയും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, പഴയ സോഫ്റ്റ്വെയർ ഇല്ല, പുതിയതായിട്ട് റെഡി ആയിട്ടില്ല. കഴിഞ്ഞൊരു 10 ദിവസത്തോളമായിട്ട് കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാപനങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. ഇത് പൂർണ്ണ പരാജയമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഇത് ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിക്കാണോ കൊടുത്തത്? അവരിതിലെന്തെങ്കിലും തിരിമറികൾ നടത്തിയിട്ടുണ്ടോ? ഇത് കൃത്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചായിരുന്നു പദ്ധതി കൊണ്ടുവന്നത്. മൊബൈൽ ഫോൺ ആപ്പ് ഉപയോഗിച്ചോ അക്ഷയ മുഖേനയോ സേവനങ്ങൾ സ്വന്തമായി ചെയ്യാം എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകതയും. ഒരുക്കങ്ങൾ പൂർത്തിയാകാതെയാണ് ജനുവരി 1-ന് മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നും ആരോപണമുണ്ട്. ഉടനടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നതാണ് ബി.ജെ.പിയുടെ പ്രധാന ആവശ്യം. ജനം, കോഴിക്കോട്.